ഹായ്, അസ്സലാമു അലൈക്കും. ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പിക്കിളിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അതായത് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി, വെള്ളുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിന്നിവിടെ ഒരു ചെറിയൊരു പോർഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 250 ഗ്രാം ചിക്കൻ നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പച്ചമല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊരു 2-2.5 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ അതിനടുത്തുള്ള ഒരു ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് മിസ്സാവാതെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനെടുത്ത തൈരിന് പുളി കുറവായതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊരു 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുളി ആവശ്യത്തിനുണ്ടെങ്കിൽ ഈ ഒരു ലെമൺ ജ്യൂസ് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാം വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആ ഒരു ബൗളിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ചിക്കൻ വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ചിക്കൻ സ്റ്റൂവിൽ നമ്മൾ തേങ്ങാപ്പാൽ എത്ര അധികം ചേർക്കണം അത്രയും ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിതപ്പോൾ ഇവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങ ആണ്. അപ്പോൾ അതിലേക്ക് നല്ല തിളച്ച ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ അതിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ പാലൊക്കെ ഒരു സ്ട്രെയിനറിലിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം കട്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടാണ് കേട്ടോ. നമ്മൾ നോർമലി സ്റ്റൂ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിലൊരു ഉരുളക്കിഴങ്ങ് കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കും. കാരണം കറിക്ക് കുറച്ചും കൂടെ ഒരു തിക്നെസ്സൊക്കെ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ചിക്കൻ്റെ ഒരു സ്റ്റൂവിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കാണ്ട് തന്നെ ഇങ്ങനെ തേങ്ങാപ്പാലിൽ കുറച്ചൊരു കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി എടുക്കണ ആ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാൽ ഒരു കപ്പിന് ഫുള്ളായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പും കൂടെ ചൂടുവെള്ളം കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗരം മസാല ഇങ്ങനെ ലാസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൂവിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പെപ്പർ പൗഡറും ഗരം മസാലയൊക്കെ നമ്മൾ ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൂവിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റൂ ചെറിയതായിട്ട് തന്നെ ഒരു തിള വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഓഫ് ചെയ്യണേ. അപ്പോൾ അത് ചെറുതായിട്ടൊരു തിള വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പം, ഗീ റൈസ് എല്ലാത്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു സ്റ്റൂ. നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന ഒരു കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് പിക്കിൾ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് ഗീ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാനാണ് ചിക്കൻ സ്റ്റൂവും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പിക്കിളും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്.
ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരളവിലാണ് ഉണ്ടാക്കുന്നത്. ഒരു 10-12 ഡേറ്റ്സും ക്യാരറ്റും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ ക്യാരറ്റ് കുറച്ച് വലുതായതുകൊണ്ട് ഹാഫ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. ക്യാരറ്റ് ഇതപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പേസ്റ്റ് പോലെ ആവാതെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഒരു പാന് ചൂടായി വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് പാനിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാരറ്റ് കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ക്യാരറ്റിലുള്ള ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട്, ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് സമയം ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ചിട്ട്, കാരണം അടി കട്ടിയുള്ളൊരു പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാന് ചൂടായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ നമ്മളതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഡേറ്റ്സ്, അതിൻ്റെ സീഡൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു കരിഞ്ഞ് പോകാതെ തന്നെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം, കാരണം ഇതായിക്കഴിഞ്ഞാൽ ആ ഒരു പിക്കിളിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ക്യാരറ്റും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. കുറച്ച് എരിവുള്ള മുളക് പൊടി തന്നെയാണ്. പിന്നെ ആ ഒരു മുളക് പൊടിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്ന വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ആ മുളക് പൊടിൻ്റെ പച്ചച്ചൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ നല്ല ടേസ്റ്റി ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സിൻ്റെ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.